നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇത് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. ജാനുവരി മാസം വരും വിളർപ്പിറ പഞ്ചമി. നാളെ 23/1/2026 വെള്ളിയാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 22/1/2026 വ്യാഴാഴ്ച ഇന്നാണ്. രാത്രി മാക്സിമം 11 മണി വരെ വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തുള്ളൂ. മുന്നേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതുതായി വരുന്നവരാണ് ഞങ്ങൾക്കും പങ്കെടുക്കണം. അങ്ങനെയുള്ളവര് സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, അതിലോട്ട് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഫേസ്റ്റില് നിങ്ങൾ എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന റെമഡി എന്ന് വെച്ചാല് ഭയങ്കര പവർഫുൾ ആയത്. കറക്റ്റായിട്ട് നിങ്ങളൊരു പ്രൊസീജിയറായിട്ട് ഇത് ഫോളോ ചെയ്ത് വന്നാല് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നല്ല ഡിഫറൻസ് കാണിക്കും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് സമയം ചെയ്യാം എന്ന് ചോദിച്ചാല് ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത നേരമാണ്. ഇപ്പോ ബ്രഹ്മമുഹൂർത്ത നേരം വിട്ടവർക്കാണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മേലെ ചെയ്തോളുക. വേറൊന്ന്, ഇപ്പോ നാളെ പഞ്ചമിയാണ്. നിങ്ങൾക്ക് പഞ്ചമി തിഥിയിൽ ഉടനീളം, അതായത് തിഥി ടൈമിങ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴോ അതിൽ നിന്ന് തീരുന്നത് വരെയും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ശരിയാ? അപ്പോ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. മാത്രമല്ല, ഒരു ലൈക്ക് കൂടെ തരണേ വീഡിയോയ്ക്ക്. ഇന്ന് നമ്മൾ പറയുന്ന ഈ മെത്തേഡിന് എന്തെല്ലാം പൊരുൾകൾ വേണമെന്ന് ചോദിച്ചാല്, ഇത് വന്നിട്ട് ഒരു വെറ്റില ദീപം. നോർമലി നമ്മൾ വെറ്റില ദീപം വയ്ക്കുമല്ലോ. വെറ്റില ദീപം വന്നിട്ട് മുരുകർക്ക് വയ്ക്കാറുണ്ട്. എന്നാല് വെറ്റില ദീപം വന്നിട്ട് എല്ലാ ദൈവങ്ങൾക്കും വയ്ക്കും. ഇന്ന് നമ്മൾ വരാഹി അമ്മനിക്ക് വെറ്റില ദീപം വയ്ക്കുന്ന വഴിമുറയാണ് പറയുന്നത്. ഞാൻ ഇന്ന് പകർന്നു തരുന്ന മുറയെ അതാണ്. വരാഹി അമ്മനിക്ക് എങ്ങനെ വെറ്റില ദീപം വയ്ക്കാം. നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്തു വരുന്നവരായാലും ഇനി ഫേസ്റ്റിൽ ചെയ്യാൻ പോകുന്നവരായാലും ഞാൻ പറയുന്ന ഈ ഒരു മുറ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. നല്ല മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. ഇതിൽ വന്നിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്ന വെച്ചാല് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാവും. കാര്യസിദ്ധി, നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമോ അത് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ദാറ്റ് മീൻസ് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് സിദ്ധിയടയുമെന്നത്. ശരിങ്ങളാ? അതാണ് വെറ്റില ദീപത്തിന്റെ മഹിമ എന്ന് ചൊല്ലുന്നത്. സോ ഈ വെറ്റില ദീപം ഏത് ഇടത്തില് എങ്ങനെ വെക്കണമെന്ന് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒരേ ഒരു അകൽ വിളക്ക്, ദാറ്റ് മീൻസ് മൺവിളക്കില്ലയാ, മൺവിളക്ക് എടുത്തോളുക. ഇതില് ഊതേണ്ടത് നെയ്യാണ്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ദീപം ഓയിലോ ഒന്നും നിങ്ങൾ എടുക്കണ്ട. എൽപി ഓയിലോ ഒന്നും വേണ്ട. നെയ്യ് തന്നെ ഊത്തണം. അതിന്റെ കൂടെ നിങ്ങൾ ഒരേ ഒരു വെറ്റില എടുത്താൽ മതി. അതിന്റെ കാമ്പ് കിള്ളിയെടുത്തോളുക. ഈ വെറ്റില എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുമ്പോഴും ശരി, ഈ ദീപം വയ്ക്കുമ്പോഴും ശരി, നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യം നടക്കണമെന്ന്, അത് നിങ്ങളുടെ മനസ്സിലൊരു എയിം ഉണ്ടല്ലോ, അത് വന്നിട്ട് നന്നായിട്ട് നിങ്ങൾ വരാഹി അമ്മനിക്കിട്ട് പ്രാർത്ഥിച്ചോളുക. അമ്മേ വരാഹി അമ്മേ, ഞാൻ ചോദിക്കുന്ന വിഷയം അമ്മ എനിക്ക് ചെയ്തു തരുമെന്ന വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സാൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ദെൻ സാധാരണയായിട്ട് നമ്മൾ വെറ്റില ദീപം പൂജയറയിലല്ലേ വയ്ക്കുന്നത്. എന്നാൽ ഇത് വന്നിട്ട് ടോട്ടലി ഡിഫറെന്റ് ആണ്. വരാഹി അമ്മനൊക്കെ നമ്മൾ വെറ്റില ദീപം വയ്ക്കുമ്പോൾ ഏതിടത്തിൽ വയ്ക്കണം അത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടുവാസലില്ലേ, ഫ്രണ്ട് ഡോർ കയറി വരുന്നിടത്ത് ഇങ്ങനെ അവിടെ വന്നിട്ട്
ഫ്രണ്ട് ഡോറിന്റെ അവിടെ വലത് സൈഡിലായിട്ട്, അതായത് നമ്മൾ കതക് തുറന്ന് ഉള്ളിൽ വരുമല്ലോ, ഉള്ളിൽ വരുന്ന ഇടത്തില് വലത് സൈഡിലായിട്ട് നിങ്ങൾ ഈ ദീപം വെച്ചോളുക. ഒത്തിരി അങ്ങ് ഉള്ള പോകാൻ പാടില്ല. കയറി വരുന്ന എൻട്രൻസില്, ഇപ്പോ പട്ടിക ഇരിക്കുന്നതിന്റെ തൊട്ട് അടുത്തായിട്ട് വലത് സൈഡിൽ വെച്ചോളുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാല്, ഈ ദീപം വന്നിട്ട് വരാഹി അമ്മനെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരാനുള്ളത്. ശരിയാ? നിങ്ങള് ഈ ദീപം വയ്ക്കുമ്പോൾ തന്നെ ഇതും കൂടെ ചൊല്ലിക്കോളുക. വരാഹി അമ്മേ വരിക വരിക, വരാഹി അമ്മേ വരിക വരിക, വരാഹി അമ്മേ വരിക വരിക, വരാഹി അമ്മയെ പോറ്റി, വരാഹി അമ്മയെ പോറ്റി, വരാഹി അമ്മയെ പോറ്റി. ഇതും നിങ്ങൾ ചൊല്ലി അമ്മയെ ആനയിച്ചു കൊണ്ട് വന്നോളുക. ഓർത്തോളുക, കാമ്പ് കിള്ളിക്കളയുക. ഇപ്പൊ നമ്മുടെ വാസലിന്റെ കേറുന്നത്, എൻട്രൻസിൽ കേറുന്ന ഒരു കാല് വെക്കുന്നതിന്റെ അവിടെ എൻട്രൻസിൽ വലത് സൈഡിലായിട്ട് വെച്ചോളുക. ഈ അമ്മയുടെ മന്ത്രവും നിങ്ങൾ അമ്മയെ ആനയിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശരിയാ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണത്. അതല്ലാച്ചാല് നിങ്ങളിപ്പോ പഞ്ചമി തിഥിയിൽ ചെയ്യുന്നവർ എപ്പോ വേണമെങ്കിലും പഞ്ചമി തിഥി തീരുന്നതിന് മുന്നേ ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പൊ വീഡിയോ കാണാൻ ലേറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ബ്രഹ്മമുഹൂർത്ത നേരമോ ഇല്ല വൈകുന്നേരം ചെയ്യുന്നവരാണെങ്കിൽ 6 മണിക്ക് മേലെ, നേരെ ഇരുട്ടിയതിന് ശേഷം ചെയ്തോളുക. ഓക്കെ? കുറഞ്ഞത് 1 മണി നേരം, 1 അവർ നിങ്ങൾ ഈ ദീപം കത്തിയിട്ടേ ഇരിക്കണ മാതിരി അണയാതെ നോക്കിക്കോളുക. നിങ്ങൾ ഇങ്ങനെ വെറ്റില ദീപം വച്ചാലേ മതി. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ചോദിക്കുന്നത് അത് വരാഹി അമ്മൻ നിങ്ങൾക്ക് കൈക്കുള്ളിൽ കൊണ്ടുതരും. ശരിയാ? നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ, ഇതിപ്പോ ഒരു തവണ ചെയ്തു എന്ന് വയ്ക്കരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോ ആ ദൈവം തന്നെ നമുക്ക് എല്ലാം കൈകളിൽ കൊണ്ടുതരും. സോ വരാഹി അമ്മനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ വെറ്റില ദീപം വെക്കുന്നത്. നല്ല വാസല് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിൽ കാലെടുത്ത് വയ്ക്കണം. വെച്ച് നല്ല സൈഡിലായിട്ട് ഇത് ദീപം, വെറ്റില ദീപം വയ്ക്കുന്നത്, വരാഹി അമ്മനെ ആനയിച്ച് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഇടത്തിൽ ദീപം വയ്ക്കുമ്പോൾ തീർച്ചയായും അത് സക്സസ്ഫുൾ ആവും എന്ന ഒരു ഐതിഹ്യം ഇരിപ്പുണ്ട്. ശരിയാ? വേറൊരു മുഖ്യമായ വിഷയം എന്താ വെച്ചാല്, നിങ്ങളുടെ കയ്യില് സാമ്പത്തികം, പണം, കാശ് എല്ലാം തങ്ങിയിരിക്കണം. വീട്ടിൽ പണം എപ്പോഴും ഉണ്ടാവണം. സാലറി ഇൻക്രിമെന്റ് വരണം. ഇല്ല, നിങ്ങൾ കേട്ട ഇടത്തിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് പണം കിട്ടണം. അങ്ങനെ കരുതുന്നവർക്കും ഈ വിഷയം നിങ്ങൾക്ക് 100% ചെയ്യാവുന്നതാണ്. ബലം ഉറപ്പ്. കാശ്, പണം, നല്ല സാമ്പത്തിക മുന്നേറ്റം, നിങ്ങൾക്ക് നല്ല റിച്ച് ആയിട്ട് ജീവിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവർ ഇത് ചെയ്താല് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും. ഈ മെത്തേഡ്, ഈ വെറ്റില ദീപം നിങ്ങൾ വാസലിന്റെ കേറുന്ന ഉള്ളിലായിട്ട് നിങ്ങൾ വെച്ച് ചെയ്തോളുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വരാഹിയമ്മനും വരും, കൂടെ മഹാലക്ഷ്മിയും വരും. സാമ്പത്തികവും കൊണ്ട് നമ്മുടെ കൂടെ മഹാലക്ഷ്മിയും നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. വരാഹിയമ്മനും മഹാലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, രണ്ടുപേരും ചേർന്ന് വരുമ്പോൾ എല്ലാ ഐശ്വര്യവും നമുക്ക് വന്നു ചേരും. ഒത്തിരി പേര് വന്നിട്ട് പണവിഷയത്തിൽ ലോക്കായിരിക്കും, പണസംബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പണസംബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഈ ദീപം വയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി വയ്ക്കാവുന്നതാണ്. ഒരു 11 ദിവസമോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് വയ്ക്കാവുന്നതാണ്. ശരിയാ? നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നാളെ പഞ്ചമിയാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. അടുത്ത പഞ്ചമിക്കുള്ളിൽ നിങ്ങൾക്ക് ബലം ഉറപ്പ്. നോർമലി നിങ്ങൾ പണം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, നിങ്ങൾ പണത്തിന് ഒത്തിരി കഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ കുറഞ്ഞതൊരു 5 നാളെങ്കിലും വെച്ച് നോക്കിക്കൊള്ളുക. ശരിയാ? അങ്ങനെ നിങ്ങൾ ഒത്തിരി പണക്കഷ്ടത്തിലിരുന്ന് ഇത് വെക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് ഇതിൽ നിന്ന് നിങ്ങൾ ബെനിഫിറ്റ് നേടണമെന്ന് ആഗ്രഹിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങളത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൈ കൊടുക്കും. എന്ത് വിചാരിച്ചാലും അത് നിങ്ങൾക്ക് 100%, 1000% അത് നടത്തി കാണിക്കും. ഇതെല്ലാം ഒത്തിരി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കിക്കോളുക. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കമന്റ് ആയിട്ട് ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.